ഹായ്! എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്ന പോലെ നമ്മുടെ നാട്ടിലെ വീഡിയോസും ഇവിടെ ഞാൻ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ ഇടുന്നത്. ഇതിപ്പോൾ രാവിലെയാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ എന്താ ഈ തലയിൽ തേക്കുന്നതെന്ന്. ഭയങ്കര മുടി പൊഴിച്ചിലായിരുന്നു. സമ്മർ തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും തന്നെ ഭയങ്കര മുടി പൊഴിച്ചിലായിരുന്നു. അപ്പം ഞാൻ ഇപ്പം ഇത് തേക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു 1 1/2 ആഴ്ചയോളമായി. പക്ഷേ പിടിച്ച് കെട്ടിയ പോലെ എൻ്റെ മുടി പൊഴിച്ചിൽ നിന്നു. അപ്പോൾ 2 3 ഒക്കെയുള്ളൂ എന്നെ പൊഴിയുന്നത്. കാരണം അത്രയ്ക്ക് ആദ്യം മുന്നേക്കെന്ന് പറഞ്ഞാലും മുടിയൊന്ന് ചീകുമ്പോഴത്തേക്ക് എപ്പോൾ ചീകിയാലും ഒരു ലോഡ് മുടി കാണുമായിരുന്നു. ഇതിപ്പോൾ കട്ടൻ ചായയും ഉലുവയും കൂടി ആട്ടോ ഞാനത് നല്ലോണം തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് അത് 1 ഗ്ലാസ് വെള്ളമാക്കി സ്പ്രേ ബോട്ടിലാക്കി ഞാൻ 3/4 എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ആവശ്യമുള്ളപ്പോൾ തേച്ച് നല്ലോണം തലയിൽ കൂടി എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് കുറേ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയും കേട്ടോ. അങ്ങനെ അമ്മച്ചി ഇതുവരെ എണീറ്റിട്ടില്ല. പക്ഷേ ഞാൻ രാവിലെ അടുക്കളയിൽ കയറി കുക്കിംഗ് എല്ലാം തുടങ്ങി. അമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഓവനിൽ വെച്ചേക്കുന്നത്. ബ്രെഡും കാര്യങ്ങളെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് 2 ചിക്കൻ സ്പൈസസൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അമ്മച്ചി എണീറ്റ് വരണം. അമ്മച്ചിനെ രാവിലെ വിളിച്ച് എണീപ്പിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും സോപ്പിട്ട് കഴിയുമ്പോൾ എണീറ്റ് വന്നോളും. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ ഈ സോഫയിൽ വന്നിരിക്കും. വീട്ടിലേക്ക് വിളിക്കും. അതൊക്കെയാണ് സാധാരണ പരിപാടി. അങ്ങനെ ഒരു 10:30 ആകുമ്പോഴത്തേക്ക് അമ്മാമ്മ എണീറ്റ് വന്നു. അമ്മാമ്മ എൻ്റെ അപ്പുറത്ത് ഇരിപ്പുണ്ട്. അമ്മാമ്മയും ഞാനും കൂടെ ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. 10:30 11 മണിയാണ് ഞങ്ങളുടെ രാവിലത്തെ സമയം. അപ്പോൾ അതിന് മുന്നേ ഞാൻ എണീറ്റ് വരുമ്പോൾ ഒരു ചായ കുടിക്കും. പിന്നെ അമ്മച്ചി വന്നിട്ട് എണീറ്റ് വരുമ്പോൾ ഒരുമിച്ച് ഞങ്ങൾ കഴിക്കും. അതാണ് പരിപാടി. അപ്പം ചെറിയൊരു പീത്താന്ന് പറയും ഇവിടെ ആ സാധനത്തിന്, ബ്രെഡ് പോലെ ഇരിക്കുന്ന സാധനം. ഞാനതാണ് വീറ്റിൻ്റെയാണ്. ഞാനതാണ് രാവിലെ ചില ദിവസങ്ങൾ കഴിക്കാറ്. ചില ദിവസം ഈ സലാഡും മുട്ടയും മാത്രമായിരിക്കും. ഇന്നിപ്പോൾ ഞാൻ വൈകിട്ടത്തേക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്കൊന്ന് പുറത്തിറങ്ങാം. അപ്പം കുറച്ച് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഈ കഴിച്ചിട്ട് ഉച്ചക്കത്തേക്ക് കഴിക്കാതെ ഇരിക്കണം. അങ്ങനെ അമ്മച്ചി ഞാനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എണീറ്റു. ഈ പാത്രങ്ങളെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച ശേഷം ഞാൻ കുറച്ച് കുത്തരി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വെള്ളം ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഊറ്റലും പറക്കലും എല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് അമ്മാമ്മയുടെ ഫുഡെല്ലാം റെഡിയായി, കുക്കായി. അങ്ങനെ ഇല വെട്ടാൻ പോകണം. ഇന്ന് ഇത് ഇല കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും പൊതിച്ചോറ് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവർക്ക് തൊട്ട് താഴെ തന്നെ 2 വാഴ നിൽപ്പുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടെ പോയി ഇലയെല്ലാം മുറിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് നിറച്ചും ചെളിയായിരുന്നു. അപ്പോൾ അതെല്ലാം നല്ലോണം കഴുകി വൈകിട്ടത്തേക്കാണ്. അപ്പോൾ ഒരു 6:30 ഞാൻ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അമ്മച്ചി ഇന്ന് ഫാമിലിയുടെ കൂടെ പോവാം. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് ആരും കൂട്ടി വരുന്നില്ല. അമ്മച്ചി അവരുടെ കൂടെ പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ പൊതിച്ചോറ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ തോന്നിയൊരു ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞാൻ രാവിലെ തന്നെ മെഴുക്കുവരട്ടി, നമ്മുടെ കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചു. പിന്നെ നമ്മുടെ തൂണ ഫിഷ് പീര വെക്കുന്നുണ്ട്, ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്, ചോറുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി. അതായത് ഞാൻ ഇലയെല്ലാം വാട്ടി, ചിക്കൻ ഫ്രൈ ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, ചമ്മന്തിയാക്കി ഞാൻ അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടിയുണ്ട്, തൂണ പീരയുണ്ട്. ഇത്രയും 5 കൂട്ടം കറിയുണ്ട് കേട്ടോ. അച്ചാർ മിസ്സിങ് ആണ്, അച്ചാറില്ല എനിക്ക്. അങ്ങനെ ഇലയിലെല്ലാം ആക്കി ഞാനത് സെറ്റ് ചെയ്യണം. എനിക്കിത് നല്ലോണം പൊതിയാനൊന്നും അറിയത്തില്ല. അറിയുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടല്ലല്ലോ. പൊട്ടിപ്പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. എന്നാലും ഞാൻ നല്ല ഉഷാറായിട്ട് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ന്യൂസ് പേപ്പറില്ല. അപ്പോൾ ഞാൻ തൽക്കാലം ഈ ബട്ടർ പേപ്പർ ഇട്ട് പൊതിയാമെന്ന് വിചാരിച്ചു, ടൈറ്റാക്കിയിട്ട്. എനിക്കറിയത്തില്ല നാട്ടിലെ കാര്യങ്ങളൊക്കെ ഈ ഇലയ്ക്കുണ്ടോ എന്നൊന്നും അറിയത്തില്ല. നമ്മുടെ റോബസ്റ്റയുടെ ഇലയാണ്. എന്തൊക്കെ ആയാലും വാഴയിലല്ലേ, കുറേ കാലമായതാണ്. നാട്ടിൽ പോയിട്ട് പോലും ഞാൻ പൊതിച്ചോറ് കഴിച്ചിട്ടില്ല. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ വരുന്നത്, അല്ലേ? സത്യമാണ്. നമുക്ക് നാട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോഴാണ്, വേറെ രാജ്യത്ത് പോയി നിൽക്കുമ്പോഴാണ് നമുക്ക് നാട്ടിലെ ഫുഡൊക്കെ വല്ലാതെ മിസ് ചെയ്യും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനത് എനിക്ക് പറ്റുന്ന രീതിക്ക് പൊതിഞ്ഞെടുത്തു. അപ്പോൾ വേറൊരു പൊതിയും കൂടെ കെട്ടാനുണ്ട്. അപ്പോൾ അതും കൂടെ കെട്ടി വൈകുന്നേരം ഇപ്പോൾ ഒരു ഏകദേശം ഒരു 3 മണി ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോഴൊന്ന് കെട്ടി വെച്ചാലാണല്ലോ എല്ലാത്തിനും നല്ല ചൂടുമുണ്ട്. അപ്പോൾ ഇപ്പോഴൊന്ന് കെട്ടി വെച്ചാലാണല്ലോ ഇലയുടെ മണമൊക്കെ ഇച്ചിരി അതിനകത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ 2-3 മണിക്കൂർ അതിനകത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിതെല്ലാം കെട്ടി വെച്ചു. അങ്ങനെ വൈകുന്നേരമായി, അമ്മച്ചി പോയി. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആ പൂച്ചയും പുറകെ ഇറങ്ങിയിട്ടുണ്ട്. അതങ്ങനെയാണ്. ഞാനങ്ങനെ ഇറങ്ങി. രാത്രിയായി. ഞാൻ പറഞ്ഞില്ല ഇവിടെ നേരത്തെ രാത്രിയാകും. കാര്യം പറഞ്ഞാൽ
7 മണി 6:45 ആയിട്ടുള്ളൂ. അവളവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഞങ്ങൾ ഈ പാർക്കിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ടേ സൈലൻ്റാണ്. അതിൽ മഞ്ഞ ചേട്ടൻ നിൻ്റെ ഞാൻ ഇച്ചിരി കൂടുതൽ ഉപ്പ് നിനക്ക് ഇനി ആവശ്യമുണ്ടെങ്കിലൊന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി ഉപ്പ് എടുത്തതാ. നിൻ്റെ ചോറിന് ഉപ്പ് ഇടാൻ ഇച്ചിരി മറന്നുപോയി. എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം. നീ നിൻ്റെതൊന്ന് തുറന്നേ. അതൊന്നുമില്ല, അത് തുറന്നോ. അതാ ഇച്ചിരി ഞാൻ അതൊന്നും എടുത്തോ. ഇല്ല എനിക്ക് ഇച്ചിരി മതി, എനിക്ക് അധികം കഴിക്കാൻ പറ്റില്ല. ഞാൻ രാവിലെ 10:30 കഴിച്ചാ, പിന്നെ ഞാനൊരു കാപ്പി കുടിച്ചിട്ടുള്ളൂ. ഈ പൊതിച്ചോറിന് വേണ്ടി നിലത്താ ചമ്പറം പടിഞ്ഞിരുന്നോ? എന്തുറക്കുക കാണണം. അയ്യോ ഇവിടെ ഇരുട്ടാണല്ലോ. അവിടെ ഇരിക്കണോ? വേണ്ട ഇത് മതി. വളിച്ചോന്നൊന്നും അറിയണ ഒരു പേടിയാ. എവിടെ വളിച്ചു? ഇല്ലായിരിക്കും. സ്മെല്ലുണ്ടാവും നോക്കാം. തുറക്ക് വേഗം വന്നാ എന്താ കഴിക്കാൻ പാടുന്നത് പോലീസ് കിട്ടുമോ? പിന്നെ സൂപ്പർട്ടാ. അങ്ങനെ പൊതിച്ചോറ് ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ച് കഴിച്ച് വയറെല്ലാം ഫില്ലാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഐസ്ക്രീമും പോയി കഴിച്ചു മധുരത്തിനായിട്ട്. അങ്ങനെ അവൾ അവളുടെ വീട്ടിലേക്കും പോയി. ഞാൻ തിരിച്ച് കയറി. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ഇറങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാവേ. താങ്ക് യു സോ മച്ച്.